ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم طهر قلوبنا واغفر ذنوبنا وحسن فروجنا. اللهم جنبنا الفتن ما ظهر منها وما بطن. اللهم توفنا مسلمين والحقنا بالصالحين. أما بعد, സഹോദരങ്ങളെ, നമ്മുടെ ഖൽബിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിൽ മഹബ്ബത്ത് അഥവാ അല്ലാഹുവിനോടുള്ള സ്നേഹം എന്ന വിഷയമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് റബ്ബിനോടുള്ള ഭയവും അവനിലുള്ള പ്രതീക്ഷയും ഖൗഫും റജാവും എന്നീ 2 വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ഖൗഫിനെ കുറിച്ച്, റബ്ബിനോടുള്ള ഭയത്തെക്കുറിച്ച് പറയട്ടെ. നോക്കൂ, ഖൗഫും റജാവും, അല്ലാഹുവിനോടുള്ള ഭയവും അവനിലുള്ള പ്രതീക്ഷയും ഒരു മുഅ്മിനിന് അവന്റെ ഹൃദയത്തിൽ ഒരുപോലെ ഉണ്ടായിരിക്കണമെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു പക്ഷിയുടെ 2 ചിറകുകൾ പോലെ. ഒരു ചിറകിന് എന്തെങ്കിലും കേടുപറ്റിയാൽ അതിന് നേരെ ചൊവ്വെ പറക്കുക സാധ്യമല്ല. രണ്ടും തകരാറിലായാൽ അത് താഴേക്ക് ചത്തുവീണു പോകും. ഒരു മുഅ്മിൻ അവന്റെ റബ്ബിലേക്കുള്ള സഞ്ചാരം, റബ്ബിലേക്കുള്ള അവന്റെ യാത്ര അത് ശരിയാകണമെങ്കിൽ ഖൗഫും റജാവും, അല്ലാഹുവിനുള്ള ഭയവും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഒരുപോലെ അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പരിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിൽ സൂചിപ്പിച്ചത് കാണാം. റബ്ബ് പറഞ്ഞു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നബ്ബി ഇബാദി, എന്റെ അടിമകളെ വിവരം അറിയിക്കൂ നബിയെ. അന്നി അനൽ ഗഫൂറുർ റഹീം, ഞാനാണ് ഏറെ പൊറുക്കുന്ന ഗഫൂർ എന്ന്, ഞാനാണ് ഏറെ കരുണ ചൊരിയുന്ന റഹീം എന്ന് അടിമകളെ വിവരം അറിയിക്കൂ നബിയെ. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ അതുതന്നെയാണ് വേദനയേറിയ ശിക്ഷ എന്നും അവരെ വിവരമറിയിക്കൂ നബിയെ. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടും ഒരുമിച്ച് പറഞ്ഞു. അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, അവന്റെ പ്രതീക്ഷയെക്കുറിച്ച്, അതുപോലെ അവന്റെ ശിക്ഷയെക്കുറിച്ച്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്നവരും അവന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരുമാണ്. അല്ലാഹു മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറഞ്ഞു, ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖറബു വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറഞ്ഞു, യർജൂന റഹ്മത, അവർ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നു, വയഖാഫൂന അദാബ, അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവനാണ് മുഅ്മിൻ. നോക്കൂ, റബ്ബിനെ ഭയപ്പെടുന്നതിലേക്ക്, അവനെക്കുറിച്ചുള്ള പേടിയിലേക്ക് നമ്മെ നയിക്കുന്ന ചില കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതിനൊന്നാമത്തത് അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അവന്റെ സിഫത്തുകൾ പഠിക്കുക, മനസ്സിലാക്കുക എന്നതാണ്.
ഉദാഹരണത്തിന് അള്ളാഹുവിന്റെ ഗളബ്, അവന്റെ കോപം, അവൻ കോപിക്കുന്നവനാണ്. അവന്റെ ഇന്തിഖാം എന്നാൽ അവൻ പകരം ചോദിക്കുന്നവനാണ്. അവന്റെ ഇസ്സ, അവന്റെ മഹാപ്രതാപം, അഥവാ അവൻ ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ അവന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടോടാൻ ഒരാൾക്കും സാധിക്കാത്ത ഇസ്സത്തിനുടയവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അവനെ ഭയപ്പെടണം. അവന്റെ ഈ സിഫത്തുകൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നോക്കൂ, റബ്ബിന്റെ കോപം ചിന്തിച്ചു നോക്കൂ, അതേക്കുറിച്ച്. അല്ലാഹുവിന്റെ ഗളബ് എന്തായിരിക്കും അത്? ആർക്കാണ് അവന്റെ കോപത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ അല്ലാഹുവിനോട് കാവൽ തേടിയത് നമുക്ക് കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക وبمعافاتك من عقوبتك وأعوذ بك منك لا أحصي ثناء عليك أنت كما أثنيت على نفسك. عائشة رضي الله عنها പറഞ്ഞു, ഒരു രാത്രിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിരിപ്പിൽ ഞാൻ കണ്ടില്ല, ഇരുട്ടായിരുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഇങ്ങനെ തിരഞ്ഞപ്പോൾ എന്റെ കൈ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദത്തിൽ പതിച്ചു. അവിടുന്ന് സുജൂദിലാണ്. മസ്ജിദിൽ, നബിയുടെ വീടും മസ്ജിദും ചേർന്നിട്ടായിരുന്നല്ലോ. കാൽപാദം അതിൽ ഞാൻ സ്പർശിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സഖതിക. അല്ലാഹുവേ, നിന്റെ തൃപ്തി മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ സഖതിക, നിന്റെ കോപത്തിൽ നിന്ന്. ബിമുആഫാതിക മിൻ ഉഖൂബതിക, നിന്റെ മാപ്പ്, നിന്റെ മുആഫാത്ത്, നിന്റെ വിട്ടുവീഴ്ച, അത് മുഖേന ഞാൻ നിന്നോട് കാവൽ തേടുന്നു. മിൻ ഉഖൂബതിക, നിന്റെ ശിക്ഷയിൽ നിന്ന്. വഅഊദു ബിക മിൻക, റബ്ബേ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു, നിന്നിൽ നിന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവിനോട് കാവൽ തേടുന്നു അള്ളാഹുവിൽ നിന്ന്. കാരണം അവന്റെ ശിക്ഷയിൽ നിന്ന് അവനല്ലാതെ നമ്മെ രക്ഷിക്കാൻ മറ്റാരുമില്ല. ലാ ഉഹ്സി സനാഅൻ അലൈക, നിന്നെ കുറിച്ചുള്ള പ്രശംസകൾ അത് എണ്ണി തിട്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. അൻത കമാ അസ്നൈത അലാ നഫ്സിക, നീ എങ്ങനെ നിന്നെ പുകഴ്ത്തിയോ അങ്ങനെയാണ് നീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ തേടിയ പ്രാർത്ഥനയാണ്. നോക്കൂ, അള്ളാഹുവിനോട് അവന്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ കോപത്തിൽ നിന്ന് കാവൽ തേടും. അവന്റെ കോപം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അതിനു മുന്നിൽ പിടിച്ചു നിൽക്കുക സാധ്യമല്ല. കാരണം അവന്റെ അജാബ് പോലെ ഉള്ള അജാബ്, അതുകൊണ്ട് ശിക്ഷിക്കാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് അവന്റെ സിഫത്തുകൾ, ഈ രൂപത്തിലുള്ള സിഫത്തുകൾ മനസ്സിലാക്കുക അള്ളാഹുവിനെ ഭയപ്പെടാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അവൻ ഭയപ്പെടേണ്ടവനാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ആദം അലൈഹിസ്സലാമിന്റെ ഒരു മകൻ പറഞ്ഞതായി ഖുർആനിൽ നമുക്ക് കാണാം. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. മലായികത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം, അവർക്ക് മുകളിലുള്ള റബ്ബിനെ അവർ ഭയപ്പെടുന്നു. റബ്ബ് ഭയപ്പെടേണ്ടവനാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനോടുള്ള ഭയം നമുക്കുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിരുത്തേണ്ട രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ താക്കീതുകൾ, അവന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ, അത് മനസ്സിലാക്കേണ്ടതാണ്. വഈദിനെ കുറിച്ചുള്ള അള്ളാഹുവിന്റെ ആയത്തുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ. വഈദ് എന്നാൽ താക്കീതാണ്, വഅദ് എന്നാൽ വാഗ്ദാനമാണ്. ഈ ആയത്തുകളും ഹദീസുകളും പഠിക്കുക, മനസ്സിലാക്കുക എന്നത് അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിക്കും. എന്ന് മാത്രമല്ല, ഈ ആയത്തുകളും ഹദീസുകളും എത്രമാത്രം ഒരാൾ ഉറച്ചു വിശ്വസിക്കുന്നു അത്രയും റബ്ബിനോടുള്ള അവന്റെ ഭയം വർദ്ധിക്കും. അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും അത് എത്രമാത്രം ഒരാളുടെ മനസ്സിൽ അതേക്കുറിച്ച് വിശ്വാസമുണ്ട്, തസ്ദീഖ്, അവന്റെ സത്യപ്പെടുത്തൽ എത്രമാത്രം ദൃഢമാണോ അത്രമാത്രം അവൻ അള്ളാഹുവിനെ ഭയപ്പെടുമെന്നാണ്. നിങ്ങൾ നോക്കൂ, സഹാബത്തിനെ ഉന്നതിയിലെത്തിച്ചത്, അവരെ ശ്രേഷ്ഠരാക്കിയത് ഇതാണ്, ഈ തസ്ദീഖിലുള്ള അവരുടെ ശക്തിയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മുൻഗാമികൾ പറഞ്ഞത് കാണാം. അബൂബക്കർ സിദ്ദീഖിനെ മുന്നിലെത്തിച്ചത് സ്കാരവും നോമ്പും അതുപോലുള്ള ഇബാദത്തുകളുമല്ല എന്ന് പറഞ്ഞാൽ അതിലവർ മുന്നിൽ തന്നെയായിരുന്നു, സംശയമില്ല. പക്ഷേ ഈ ആളുകളെക്കാളെല്ലാം അവരെ മുന്നിലെത്തിച്ചത് ഹൃദയത്തിൽ അവരുടെ വിശ്വാസമായിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആലയെ
നേരിൽ കാണുന്നത് പോലെ അവർ റബ്ബിൽ വിശ്വസിച്ചിരുന്നു. അല്ലാഹുവിന്റെ റഹ്മത്ത് മുന്നിൽ കണ്ണിൽ കാണുന്നത് പോലെ അവർ അതിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ കൺമുന്നിൽ കാണുന്നത് പോലെ അവർ അതിൽ വിശ്വസിച്ചിരുന്നു. ഇതാണ് അവരെ മുന്നിലെത്തിച്ചത്. അപ്പൊ നോക്കൂ, ശിക്ഷകളെ കുറിച്ച് പറഞ്ഞ ആയത്തുകളും ഹദീസുകളും ഒരാളുടെ മനസ്സിൽ എത്രമാത്രം അതിൽ ഒരാൾക്ക് ഉറപ്പുണ്ടോ അത്രമാത്രം അവൻ അള്ളാഹുവിനെ ഭയപ്പെടും എന്നാണ്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തെറ്റുകൾ, അബദ്ധങ്ങൾ ഓർക്കുക. അതുപോലെ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അത് ചെയ്യുന്നതിൽ എന്തെല്ലാം വീഴ്ചകൾ നമ്മൾ വരുത്തിയിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുള്ളത് എന്തെങ്കിലും കുറച്ച് നന്മകൾ ചെയ്യുമ്പോഴേക്ക് അവൻ എന്റെ അമലൊക്കെ അള്ളാഹു സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആരുടേതാണ് സ്വീകരിക്കുക എന്ന രൂപത്തിലായിരിക്കും ആളുകളുടെ പലരുടെയും വിചാരം. എന്നാൽ അങ്ങനെ പാടില്ല. മറിച്ച് എന്ത് വേണം? ആ നന്മകൾ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന പേടി വേണം. ആ പേടി എന്തുകൊണ്ടാണ്? അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ അനീതി ചെയ്യുമെന്നത് കൊണ്ടല്ല, ഒരിക്കലുമല്ല. ഹാഷ വകല്ല, ഒരിക്കലുമില്ല. മറിച്ച് ചെയ്യുന്നതിൽ, അത് പാലിക്കുന്നതിൽ, അത് പൂർത്തീകരിക്കുന്നതിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന് പേടിയുണ്ടാകും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ഇബ്രാഹിമും ഇസ്മായിലും അലൈഹിം അസ്സലാം രണ്ട് അള്ളാഹുവിന്റെ നബിമാരും കഅബാലയും അതിന്റെ അസ്തിവാരത്തിൽ നിന്ന് പടുത്തുയർത്തിക്കൊണ്ടിരുന്നു. അവർ ദുആ ചെയ്യുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഇന്നക അൻത സമീഉൽ അലീം, അല്ലാഹു നീ എല്ലാം കേൾക്കുന്നവരും എല്ലാം അറിയുന്നവരുമാണ്. പ്രാർത്ഥന കേൾക്കുന്നവരും മനസ്സിലെ ഉദ്ദേശം അറിയുന്നവരും റബ്ബാണ്. മുൻഗാമികൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഖലീലാണ്. റബ്ബിന്റെ രണ്ട് നബിമാരാണ്. നിർമ്മിക്കുന്നത് അള്ളാഹുവിന്റെ ബൈറ്റാണ്. ചെയ്യുന്നത് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചാണ്. അള്ളാഹു ചെയ്യാൻ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. റബ്ബിന്റെ ബൈറ്റാണ് നിർമ്മിക്കുന്നത്. നിർമ്മിക്കുന്നത് ആരാണ്? അള്ളാഹുവിന്റെ ഖലീലാണ്, അള്ളാഹുവിന്റെ രണ്ട് നബിമാരാണ്. അവരുടെ ദുആ എന്താണ്? റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഇന്നക അൻത സമീഉൽ അലീം. ഇതാണ് മുഅ്മിനീങ്ങളുടെ മാതൃക. അള്ളാഹു ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅ്തൂന മാ ആതൗ, ചെയ്യേണ്ടതെല്ലാം ചെയ്യുകയും അതോടൊപ്പം വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുകയും ചെയ്യും. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഇത് സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന പേടിയാണ് അവരുടേത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു. സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ നന്മകൾ എന്ന പേടിയാണ് അവർക്കുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അള്ളാഹു അമലുകൾ അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടാതെ പോയേക്കുമോ എന്ന്. എന്തുകൊണ്ട്? നമ്മുടെ വീഴ്ചകൾ കൊണ്ട്, തിന്മകൾ കൊണ്ട്. നോക്കൂ നിങ്ങൾ, തിന്മകൾ മായ്ക്കാൻ സഹായിക്കും എന്നതുപോലെ ശ്രദ്ധിക്കുക. നന്മകൾ നന്മകൾ തിന്മകളെ മായ്ച്ചു കളയും എന്നതുപോലെ തിന്മകൾക്ക് നന്മ സ്വീകരിക്കപ്പെടാതെ പോകുന്നതിനും പങ്കുണ്ട്. തിന്മകൾ പൊറുക്കപ്പെടുന്നതിൽ എന്തിനു പങ്കുണ്ട്? നന്മകൾക്ക് പങ്കുണ്ട്. നന്മകൾ കൊണ്ട് തിന്മകൾ പൊറുക്കപ്പെടും. തിരിച്ച് എന്തുണ്ട്? ചില വലിയ തിന്മകൾ പല നന്മകളെയും നശിപ്പിച്ചു കളയുകയും ചെയ്യും. സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിൽ ഒരാൾ ഒരു ഈന എന്ന് പറയുന്ന ഒരു പലിശ ഇടപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെങ്ങാനും അതിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ ചെയ്ത ജിഹാദും മറ്റുമെല്ലാം പാഴായിപ്പോയത്. സഹാബി പറയുക. അപ്പൊ നോക്കൂ നിങ്ങൾ, അവരുടെ വിശ്വാസം എന്തായാലും ചില തിന്മകൾ കാരണത്താൽ നന്മകൾ സ്വീകരിക്കപ്പെടാതെ പോയി. വളരെ ശ്രദ്ധിക്കണം. ചില ഗുരുതരമായ തിന്മകൾ നന്മകൾ സ്വീകരിക്കപ്പെടുന്നതിൽ മോശമായ പങ്കു ചെലുത്തും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, അങ്ങേറ്റം ശ്രദ്ധിക്കുക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കും. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായ തൗബ ചെയ്തു മടങ്ങുക. നിരന്തരം തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക എന്നതാണ് പരിഹാരം. അപ്പൊ നോക്കൂ, ഇത് ഭയപ്പെടണം. അറിയാതെ
ശ്രദ്ധയില്ലാതെ തിന്മകളിൽ വീണുപോകുന്നത് ഭയപ്പെടണം. പല തിന്മകളും ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും, തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആളുകളോട് ചെയ്യുന്ന അതിക്രമങ്ങൾ ചിലപ്പോൾ തിരിച്ചറിയുകയില്ല. അതേ ദുൽമ മറ്റൊരാൾ നമ്മളോട് ചെയ്താൽ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുക. പ്രത്യേകിച്ച് നമുക്ക് കീഴിലുള്ള ആളുകളോട്, നിങ്ങൾ പലരും ജോലി ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് കീഴിൽ ആളുകൾ ഉണ്ടാകാം. നിങ്ങൾ പറഞ്ഞാൽ അനുസരിക്കേണ്ട, നിങ്ങൾ പറയുന്നത് പോലെ പണിയെടുക്കേണ്ട ആളുകൾ ഉണ്ടാകാം. വളരെ വളരെ ശ്രദ്ധിക്കുക. ദുൽമ സംഭവിച്ചു പോകുന്നു, അതിക്രമം ചെയ്തു പോകുന്നത് വളരെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുആദ് ഇബ്നു ജബലിനെ യമനിലേക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞു, തഖി ദഅവത്തുൽ മദ്ലൂം, നീ മദ്ലൂമിന്റെ പ്രാർത്ഥനയെ ഭയപ്പെട്ടുകൊള്ളുക, മർദിദൻ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ സൂക്ഷിച്ചുകൊള്ളുക. ഫഇന്നഹു ലൈസ ബൈനഹ വബൈന അല്ലാഹി ഹിജാബ്, അതിനും അല്ലാഹുവിനും ഇടയിൽ, ആ പ്രാർത്ഥനയ്ക്കും റബ്ബിനും ഇടയിൽ ഒരു മറയുമില്ല. അബൂ മസ്ഊദ് ഉഖ്ബത്ത് ഇബ്നു അംർ അൽ-ബദ്രി റളിയല്ലാഹു അൻഹു എന്ന സഹാബി വടിയെടുത്ത് തന്റെ അടിമയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം കൊണ്ട് അബൂ മസ്ഊദ് അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നിൽ നിന്ന് ഒരു വിളി കേൾക്കാൻ, ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ്, അബൂ മസ്ഊദ് അറിയുക എന്നൊരു വിളി കേൾക്കുന്നു. ദേഷ്യം കൊണ്ട് അബൂ മസ്ഊദിന് ആ വിളി കേൾക്കുന്നില്ല. ആ വിളി അടുത്തെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ഊദിന്റെ കയ്യിൽ നിന്ന് വടി താഴുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്ക്, നിങ്ങൾ നബി ഈ അടിക്കുന്നത് കണ്ട് അങ്ങോട്ട് വരികയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഅ്ലം അബാ മസ്ഊദ്, ഇഅ്ലം അബാ മസ്ഊദ് അന്ന അല്ലാഹ അഖ്ദറു മിൻക അലാ ഹാദ, നീ അറിയണം, അല്ലാഹു നിനക്ക് ഇവരെന്തൊക്കെ ചെയ്യാൻ കഴിവുണ്ടോ അതിനേക്കാൾ നിന്നെ ചെയ്യാൻ കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. റബ്ബ് ഖുദ്റത്തുള്ളവനാണ്. ഇവൻ നിന്റെ കീഴിലാണ് എന്നെ വിചാരിച്ച് നീ അടിക്കുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ നിന്നെ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ ഏറ്റവും കഴിവുള്ളവനാണ്. മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ഹുവ ഹുർറുൻ ലിവജ്ഹില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഈ അടിമയെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് ചെയ്തില്ല എങ്കിൽ നരകം നിന്നെ സ്പർശിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കാതെ അബദ്ധങ്ങളിൽ വീണുപോകുന്നത്. കീഴിലുള്ളവരോട് ദുൽമ, അതിക്രമം പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാതെ ചെയ്തു പോകും. ഒരാൾ ചിലപ്പോൾ മക്കളോട്, അതല്ലെങ്കിൽ ഭാര്യയോട്, ഇങ്ങനെ തനിക്ക് കീഴിലാണ് എന്ന് വിചാരിക്കുന്നവരോട് ആളുകൾ അതിക്രമം ചെയ്യാൻ സാധ്യത വളരെ ഏറെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഭാര്യമാർ ഒരാളുടെ അനുസരണക്കേട് കാണിക്കുന്നുവെങ്കിൽ ഉപദേശിക്കാനും, ഉപദേശിച്ചിട്ട് ശരിയായില്ല എങ്കിൽ വിരിപ്പിൽ നിന്ന് മാറിക്കിടക്കാനും, അതിലും ശരിയായില്ലെങ്കിൽ വദ്രിബൂഹുൻ, അടിക്കുക എന്നുമെല്ലാം അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. ആ അടി ഒരിക്കലും മുബർരിഹായ അടിയോ മുഹീനായ അടിയോ അല്ല. മുബർരിഹ് എന്നാൽ പരിക്കുണ്ടാക്കുന്ന അടിയോ, അതല്ലെങ്കിൽ അപമാനിച്ച് കളയുന്ന അടി, മുഖത്തടിക്ക പോലെ ഒരിക്കലുമല്ല. എന്നിട്ട് റബ്ബ് പറഞ്ഞു, ഇനി അവർ ആ അനുസരണക്കേട് അവസാനിച്ചാൽ നീ അവർക്കെതിരിൽ വഴികൾ അന്വേഷിച്ച് നടക്കരുത്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അലിയും കബീറുമാണ്. അല്ലാഹു കാന അലിയൻ കബീറ, അല്ലാഹു അലിയാണ്, അവൻ ഏറ്റവും മുകളിലുള്ളവനാണ്, അവൻ ഏറ്റവും വലിയവനാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ യഥാർത്ഥ റബ്ബ് അല്ലാഹുവാണ്, അവരുടെ യഥാർത്ഥ യജമാൻ റബ്ബാണ്, നീയല്ല. ഏറ്റവും ഉന്നതനായ ഏറ്റവും വലിയവനായ റബ്ബാണ്, നീ മറന്നുപോകരുത്. ഇങ്ങനെ ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. കീഴിലുള്ളവരുടെ ദുൽമ പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കുകയില്ല. ചിലപ്പോൾ ആളുകളുടെ കണ്ണു തുറക്കാൻ ഇതുപോലെ ദുൽമ ഏതൊരുവന്റെ മുകളിലും വേറെ ആളുകൾ ഉണ്ടാകും. തിരിച്ചു കിട്ടുമ്പോൾ ചിലപ്പോൾ ചിന്തിക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാത്ത പല അബദ്ധങ്ങളും നമ്മിൽ ഉണ്ടാകാം. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അഹ്സാഹുല്ലാഹു വനസൂ, അല്ലാഹു അതിന്റെ എല്ലാം കണക്കെടുത്തു വെച്ചിട്ടുണ്ട്. വനസൂ, അവരത് മറന്നുപോയിട്ടുണ്ട്. നമ്മുടെ തിന്മകൾ നമ്മൾ മറന്നിട്ടുണ്ടാവും, അല്ലാഹു മറന്നിട്ടില്ല. ലാ യദുല്ലു റബ്ബി വലാ യൻസ, റബ്ബ് മറക്കുകയില്ല, അവർ തെറ്റിപ്പോവുകയില്ല. മൂസ അലൈഹിസ്സലാം ഫിർഔനോട് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് അമലുകൾ അല്ലാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കുക. അറിയാതെ തെറ്റുകളിൽ വീണുപോകുന്നതിന് ഓരോ അമലും, നമ്മുടെ ഓരോ വാക്കും ചിന്തകളും പുനഃപരിശോധിക്കും. ഹാസബത്തുൻ നഫ്സ്, അവനവനെ വിചാരണ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചതാണ്.
മുഹാസബത്ത് വാജിബാണ്. കാരണം റബ്ബിന്റെ കൽപ്പനയാണ്. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. മുഅ്മിനുകളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചത് എന്ത് എന്ന് ഓരോ നഫ്സും നോക്കിക്കൊള്ളട്ടെ. അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹു നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നതാണ്. നോക്കൂ, ആയത്തിൽ അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ വിചാരണ നേരിടുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക. നോക്കൂ, പ്രവർത്തനങ്ങൾ, വാക്കുകൾ, മനസ്സിലെ ചിന്തകളും തീരുമാനങ്ങളും, മനസ്സിലെ മോഹങ്ങൾ, ഹൃദയം എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ വിചാരണ നടത്തി എവിടേക്കാണ് ചായ്വ് എന്ന് ചിന്തിക്കുക. വൃത്തികേടുകളോട്, തോന്നിവാസങ്ങളോട്, ഫാഹിഷത്തുകളോട്, ലൈംഗികവും അതുപോലെ സാമ്പത്തികവും ഒക്കെയായ തിന്മകളോട് മനസ്സിലെവിടെയെങ്കിലും ചായ്വ് തോന്നുന്നുണ്ടോ വളരെ വളരെ സൂക്ഷിക്കുക. കാരണം ഈ ഹൃദയം ഇന്നല്ലെങ്കിൽ നാളെ അതിലുള്ള ചിന്ത കൈകാലുകളിൽ സ്വാധീനം ചെലുത്തും. ഇന്ന് നീ അത് ചെയ്യുന്നില്ല എന്നതിൽ വജ്ജനായി പോകരുത്. മനസ്സിൽ അതേക്കുറിച്ച് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോണിൽ ആഗ്രഹങ്ങൾ കിടക്കുന്നുണ്ടോ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക. നശിപ്പിച്ചു കളയാൻ ആ ഒരു തിന്മ ധാരാളമായിരിക്കും. അത് പിന്നെ അതിനേക്കാൾ വലുതിലേക്ക് കൊണ്ടുപോയേക്കും. അതുകൊണ്ട് അറിയാതെ തിന്മകളിൽ വീണു പോകുന്നത് സൂക്ഷിക്കുക. ഇത് നോക്കൂ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമുക്കുണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്നത് അന്ത്യം മോശമായി പോവുക എന്ന കാര്യമാണ്. അന്ത്യം ദുഷിച്ചു പോകും. നമ്മുടെ മുൻഗാമികളുടെ ഉറക്കം കെടുത്തിയ കാര്യമായിരുന്നു ഇത്. നല്ലവരായ നമ്മുടെ മുൻഗാമികൾ സലഫ് സാലിഹ് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ, അവരെ പിടിച്ചുലച്ച, അവരുടെ ഹൃദയങ്ങൾ വിറപ്പിച്ചു കളഞ്ഞ കാര്യമായിരുന്നു ഇത്. ഖാസിമത്തു സൂഇനെ, അതിനോടുള്ള ഭയം, അന്ത്യം മോശമായി പോവുക എന്ന പേടി. സലഫുകൾ, മുൻഗാമികൾ പലരും തിന്മകളെ പേടിച്ചത് ആ ഒരു തിന്മ എന്ന നിലക്ക് മാത്രമല്ല, മറിച്ച് ഇത് എന്റെ അന്ത്യം ദുഷിപ്പിച്ചു കളയുമോ എന്ന് പേടിച്ചിട്ടാണ്. കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മുൻഗാമികൾ പറഞ്ഞത് കാണാം, ഇന്ന മിൻ സവാബിൽ ഹസനതി അൽ ഹസനത ബഅദഹ വ ഇന്ന മിൻ ഇഖാബി സയ്യിഅതി അൽ സയ്യിഅത ബഅദഹ. തിന്മക്കുള്ള പ്രതിഫലമാണ്, നന്മക്കുള്ള പ്രതിഫലമാണ് മറ്റൊരു നന്മ അതിന് തുടർന്ന് ചെയ്യാൻ സാധിക്കേണ്ടത്. തിന്മക്കുള്ള ശിക്ഷയാണ് അതിന് തുടർന്ന് വേറൊരു തിന്മ ചെയ്യേണ്ടി വരും എന്നത്. ഇതെവിടെ പോയി അവസാനിക്കും? ഒടുവിൽ സുബ്ഹാനല്ലാഹ്, ഒടുവിൽ അത് കുഫറിൽ അവസാനിച്ചേക്കാം. ഒരു ചെറിയ തിന്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇയ്യാകും വ മുഹഖറാത്തി ദുനൂബ്, നീ നിസാരമായത് എന്ന് തോന്നുന്ന തിന്മകളെ സൂക്ഷിക്കുക. തിന്മയെ നിസാരവൽക്കരിക്കുന്നത് സൂക്ഷിക്കുക. കാരണം ഇതെല്ലാം കൂടി അത് വലുതായേക്കാം. സുബ്ഹാനല്ലാഹ്, മുസ്ലിം സൈന്യത്തിൽ പണ്ട് കാലത്ത് നടന്ന ഒരു സംഭവം കിതാബുകളിൽ നമുക്ക് കാണാം. ഇസ്ലാമിക സൈന്യത്തിൽ യോദ്ധാവായി ഉണ്ടായിരുന്ന, ഖുർആൻ ഹിഫ്ളാക്കിയ ഒരാളുണ്ടായിരുന്നു. അയാൾ അപ്പുറത്തെ കൂട്ടത്തിൽ കണ്ട ഒരു സ്ത്രീയെ നോക്കുകയും അവളോടുള്ള മോഹം ഇയാളുടെ ഹൃദയം കീഴടക്കുകയും ഒക്കെ ചെയ്ത് ഒടുവിൽ അയാൾ തന്റെ ദീൻ ഉപേക്ഷിച്ച് അപ്പുറം പോകുന്ന അവസ്ഥയിലെത്തിക്കുകയുണ്ടായെന്ന്. ഖുർആൻ ഹിഫ്ളാക്കിയ ആളായിരുന്നു. കാലം കഴിഞ്ഞു ഇയാളോട് ആളുകൾ ചോദിച്ചു, നീ പണ്ട് ഖുർആൻ ഹിഫ്ളാക്കിയ ആളാണല്ലോ, എന്തുണ്ട് ഇപ്പോൾ അവസ്ഥ? പറഞ്ഞാൽ ഖുർആൻ മുഴുവൻ ഞാൻ മറന്നു, എനിക്ക് ഖുർആനിൽ നിന്ന് ഒരേ ഒരു ആയത്തിന്റെ ഭാഗം മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. റൂബമാ യവദ്ദു അല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. റൂബമാ യവദ്ദു അല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. കുഫറിന്റെ ആളുകൾ, കാഫറുകൾ പല സന്ദർഭങ്ങളിൽ പിന്നീട് അവർ കൊതിക്കും, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എന്ന്. ആ വാക്ക് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പറയുക. നമുക്കൊരു തിന്മ അയാളെ അടുത്ത തിന്മയിലേക്ക്, അത് അതിനേക്കാൾ വലുതിലേക്ക്, അങ്ങനെ കുഫറിൽ എത്തിച്ചു എന്നാ. നോക്കൂ, ഇങ്ങനെ വളരെ സൂക്ഷിക്കുക. തിന്മകൾ നമ്മെ കുഫറിൽ എത്തിച്ചു കളയുന്നു, അന്ത്യം മോശമാക്കി കളയുന്നു. ചില തിന്മകളിൽ അകപ്പെട്ട ആളുകൾ അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവനോട് പറയാൻ ചുറ്റുമുള്ളവർ ആവശ്യപ്പെട്ടപ്പോൾ ഒരു ഗായകനായിരുന്ന അയാൾ താൻ പാടിയിരുന്ന പാട്ട് പാടുക.
താൻ ചെയ്തിരുന്ന വൃത്തികേടുകളെ കുറിച്ച് മറ്റു ചിലർ പറയുക എനിക്ക് പറയാൻ സാധിക്കുന്നില്ല ചെയ്തു, പക്ഷെ അവൻ അത് പറയാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ സാധിക്കുന്നു. ഇങ്ങനെ ആളുകളുടെ അന്ത്യം മോശമായി തീർന്ന എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അന്ത്യം മോശമാകാൻ ഉള്ള കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: ഒന്ന് രഹസ്യമായുള്ള തിന്മകളും, 2 റിയാവുമാണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. 2 സ്വകാര്യമായി ചെയ്യുന്ന തിന്മകൾ. ഇത് രണ്ടും അന്ത്യം മോശമാക്കാൻ വളരെ സാധ്യതയുണ്ട്. ഇസ്ലാമിലായി മരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. മക്കളെ, അള്ളാഹു ഈ ദീൻ നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിരിക്കുന്നു, അതുകൊണ്ട് മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്. ഇബ്രാഹിം നബി, യാഖൂബ് നബി മക്കൾക്ക് വസിയ്യത്തായി നൽകിയെന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കാണാം. നോക്കൂ, ഇതെല്ലാം റബ്ബിനെ കുറിച്ചുള്ള ഭയത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത് ഖൗഫ്, ഭയം എന്ന് പറയുന്നത്, ഒരു മനുഷ്യന്റെ ഭയം എന്ന് പറയുന്നത് പല ഇനങ്ങളുണ്ട്. അതിലൊന്ന് മശ്റൂആയ, ഈ ദീനിന്റെ ഭാഗമായ ഭയമാണ്. അതെന്താണ്? അള്ളാഹുവിനോടുള്ള ഭയം, റബ്ബിനോടുള്ള ഭയം. ഞാൻ ഇതുവരെ വിശദീകരിച്ച കാര്യം അതാണ്. രണ്ടാമത്തെ ഭയം അത് ശിർക്കാകുന്ന ഭയമാണ്. ശിർക്കാകുന്ന ഭയം, ഈ ഭയം ഒരാളിലുണ്ടായാൽ അയാൾ ഇസ്ലാമിന് പുറത്തു പോകും. എന്താണ് ആ ഭയം? അത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം. അത് റബ്ബല്ലാത്ത ആളുകൾ അങ്ങനെ ഒരു അപകടം അള്ളാഹുവിന് മാത്രം വരുത്തി വെക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഒരു അപകടം തനിക്ക് വരുത്തി വെക്കുമെന്നോ, അല്ലെങ്കിൽ തന്റെ വല്ല നേട്ടവും റബ്ബിന് മാത്രമേ അത് എടുത്തു നീക്കാൻ സാധിക്കൂ, അത് അള്ളാഹു അല്ലാത്തവർ എടുത്തു നീക്കുമെന്നോ ഒരു ഭയം ഒരാൾക്കുണ്ടായാൽ അത് ശിർക്കാകുന്ന ഭയമാണ്. അതിനുള്ള ഉദാഹരണമാണ് ഖബറാളികളെ ആരാധിക്കുന്ന, അവരെ വിളിച്ചു തേടുന്ന ആളുകൾ ഖബറിൽ കിടക്കുന്നവരെ കുറിച്ച് വെച്ചു പുലർത്തുന്ന ഭയം. അവർ വിചാരിക്കുന്നു, ഈ വലിയനെ കുറിച്ച്, ഈ വലിയനെ ഞാൻ ഉപേക്ഷിച്ചാൽ ഈ വലിയ ഒരുപക്ഷെ എന്റെ ഈമാൻ എടുത്തു നീക്കിക്കളയും. ഈ തരീഖത്തിൽ ഞാൻ അംഗമായില്ലെങ്കിൽ ഇതിന്റെ ഷെയ്ഖ് അയാൾ ഇവിടെ ഇല്ല എങ്കിലും ഒക്കെ ഇതിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോയാൽ എന്നെ അറിയും. പരലോകത്ത് ഇവരെന്നെ കൈവിട്ടുകളയും, അല്ലെങ്കിൽ ആകാശത്തുനിന്ന് ഒരു ശിക്ഷ എന്റെ മേൽ ഇറക്കിക്കളയും. ഈ രൂപത്തിലുള്ള ഭയം നിങ്ങൾ നോക്കൂ, ബുർദയിൽ നമുക്ക് കാണാം, ഇല്ലം തകുൻ ഫീ മആദി ആഖിദൻ ബിയദി ഫദ്ലൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദം. എന്താണ് അതിന്റെ അർത്ഥം? സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണ്, ഈ ഇതുപോലെയുള്ള വിശ്വാസം അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് ഈ ഭയം ഉണ്ടായാൽ അത് ശിർക്കാണ്. എന്താണ്? പരലോകത്ത് അങ്ങന്റെ കൈ പിടിച്ചില്ല എങ്കിൽ എന്റെ കാലിടറിപ്പോയത് തന്നെ. ഈ വിശ്വാസം ഖബറിൽ കിടക്കുന്ന ആളുകളെ കുറിച്ച് ഭയപ്പെടുകയാണ് ആളുകൾ. എന്തെങ്കിലും ഉപദ്രവം എനിക്ക് വരുത്തി വെക്കുമോ, അതല്ല എങ്കിൽ എന്തെങ്കിലും ശിക്ഷ വരുത്തി വെക്കുമോ എന്നുള്ള ഭയം, അത് ശിർക്കിന്റെ ഭയമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ അവന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ അവനല്ലാത്തവർ തനിക്ക് നഷ്ടപ്പെടുത്തി കളയുമോ, അല്ലെങ്കിൽ ശിക്ഷ കൊണ്ടുവന്ന് തരുമോ എന്ന ഭയമാണ്. അപ്പൊ നോക്കൂ, 2 ഭയമാണ് നമ്മൾ പറയുന്നത്. ഒന്ന് മശ്റൂആയ ഭയം, അള്ളാഹുവിനോടുള്ള ഭയം, ദീനിനുള്ളതാണ്, ഇബാദത്താണ്, ഇത് വേണ്ടത്. രണ്ടാമത്തെ ശിർക്കാകുന്ന ഭയം. മൂന്നാമത്തേത് ഹറാമായ ഭയമാണ്. ഈ ഭയം ഹറാമാണ്. അതിലൊന്ന്, ഒരാൾ അള്ളാഹു കൽപ്പിച്ച കാര്യം പടപ്പുകളെ പേടിച്ച് ചെയ്യാതിരിക്കും. അള്ളാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്, പക്ഷെ പടപ്പുകളെ പേടിച്ചിട്ട് ചെയ്യുന്നില്ല. അതല്ല എങ്കിൽ അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ട്, പടപ്പുകളിൽ ആരെങ്കിലും പേടിച്ച് അവനെ ഹറാമ് ചെയ്യുക. ഈ ഭയം അത് ഹറാമായ ഭയമാണ്. ശിർക്കല്ല, അവൻ ഇസ്ലാമിന് പുറത്തു പോകുന്നില്ല, പക്ഷെ ഈ ഭയം ഹറാമാണ്. ഇതിന്റെ പരിധി വിട്ടാൽ ഒരു പക്ഷേ ഇത് ചെറിയ ശിർക്കിലേക്ക് എത്തിച്ചേരാം. ചെറിയ ശിർക്കെന്നാൽ അത് ഇസ്ലാമിന് പുറത്തു പോകുന്ന ശിർക്കല്ല, പക്ഷെ അത് വൻ പാപങ്ങളിൽ ഏറ്റവും കടുത്തതാണ്. രണ്ടാമത്തെ ഭയം ഹറാമായ ഭയം എന്നാൽ അള്ളാഹുവിൽ പ്രതീക്ഷയില്ലാതെ ഭയം മാത്രം, ഇത് ഹറാമാണ്. പ്രതീക്ഷയില്ല, മറിച്ച് ഭയം മാത്രം. നോക്കൂ, ഇസ്ലാമിന്റെ യഥാർത്ഥ പാതയിൽ നിന്ന് പിഴച്ചുപോയ ചില കക്ഷികൾക്ക് ഇവിടെയാണ് അബദ്ധം സംഭവിച്ചിട്ടുള്ളത്. അവർ അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്
അവന്റെ നരകത്തെക്കുറിച്ച് അവന്റെ കോപത്തെക്കുറിച്ചൊക്കെയുള്ള ആയത്തുകളും ഹദീസുകളും മാത്രമേ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയുള്ളൂ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച്, അവന്റെ സ്വർഗത്തെക്കുറിച്ച്, അവന്റെ പാപമോചനത്തെക്കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും കണക്കിലെടുക്കുകയില്ല. ഇവരാണ് ഖവാരിജികൾക്ക് പറ്റിയിട്ടുള്ള അബദ്ധമിത. ഇസ്ലാമിൽ നിന്ന് നേരായ പാതയിൽ തെറിച്ചുപോയ തീവ്ര ചിന്താഗതി വെച്ചു പുലർത്തുന്ന കക്ഷികൾക്കെല്ലാം ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. പോലും ശിക്ഷയെക്കുറിച്ച് മാത്രം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ശിക്ഷയെ പടപ്പുകൾ ഭയപ്പെടുന്നതോടൊപ്പം അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തുകളിലുള്ളത് അതാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലാഹു തുറന്നു തരുന്ന പോംവഴിയെക്കുറിച്ച്, അവന്റെ കാരുണ്യത്തെക്കുറിച്ച് കാഫിറുകളല്ലാതെ നിരാശപ്പെടുകയില്ല. അപ്പൊ നോക്കൂ, ഭയം മാത്രം ആയാൽ എന്ത് സംഭവിക്കും? അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ആശയറ്റുപോകും, നിരാശരായി പോകും. അത് പാടില്ല. നേരെ തിരിച്ചു, പ്രതീക്ഷ മാത്രം ഉണ്ടായി അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് ഭയമില്ലാതായി പോകും. ഇതും പാടില്ല. നോക്കൂ, ഇങ്ങനെ ഒരു ഭയം ഇത് ഹറാമായ ഭയമാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്? അള്ളാഹുവിനുള്ള ഭയം, അത് ദീനിൽ മശ്റൂആയ, ദീനിലുള്ള ഇബാദത്തായ ഭയമാണ്. രണ്ട്, ശിർക്കായ ഭയം. എന്താണത്? അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യം, അത് പടപ്പുകളിൽ ആരെങ്കിലും തനിക്കൊരു ശിക്ഷയായി വരുത്തി വച്ചേക്കുമോ, അല്ലെങ്കിൽ തന്റെ എന്തെങ്കിലും നിഅമത്തുകൾ എടുത്തു നീക്കുമോ, ആകാശത്തു നിന്ന് ഒരു ശിക്ഷ ഇറക്കുമോ പോലെയുള്ള ഭയം അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് വെച്ചു പുലർത്തും. ഇത് ശിർക്കായ ഭയമാണ്. മൂന്നാമത്തത് ഹറാമായ ഭയമാണ്. ഹറാമായ ഭയം എന്താ നമ്മൾ പറഞ്ഞു? രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം മറ്റുള്ളവരെ പേടിച്ച് ചെയ്യുക, അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം മറ്റുള്ളവരെ പേടിച്ച് ചെയ്യാതിരിക്കുക. രണ്ടാമത്തേത് പ്രതീക്ഷയില്ലാതെ, റജാ ഇല്ലാതെ ഭയപ്പെടുക മാത്രം. ഇനി ഭയത്തിന്റെ നാലാമത്തെ ഇനം മുബാഹായ ഭയമാണ്, അഥവാ അനുവദനീയമായ ഭയം. ഇത് മനുഷ്യന്റെ പ്രകൃതത്തിലുള്ളതാണ്, ഇതൊരാൾക്ക് ഒഴിവാക്കാൻ സാധ്യമല്ല. എന്താണ് ഉദാഹരണത്തിന്? അത് എന്താണെന്ന് പറഞ്ഞാൽ, പൊതുവെ ഉപദ്രവകരമായ കാര്യങ്ങളെ പേടിക്കുക എന്നതാണ്. പൊതുവെ ആളുകൾ ഉപദ്രവിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു വിഷജന്തുവിന്, പാമ്പിനെ, തേളിനെ ഒരാൾ പേടിക്കാൻ. അതല്ല എങ്കിൽ ഒരു അക്രമിയെ, ഒരു ഉപദ്രവകാരിയെ ഭയപ്പെടുകയാണ്. ഇത് പൊതുവെ മനുഷ്യരിലുള്ളതാണ്. ഒരാൾക്കും അത് ഒഴിവാക്കുക സാധ്യമല്ല. അത് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ പടപ്പുകളിൽ ശ്രേഷ്ഠരായവന്റെ നബിമാർക്ക് അതിന് സാധിക്കണമായിരുന്നു. മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞു? ഫിർഔനും കൂട്ടരും കൊല്ലാൻ ഗൂഢാലോചന നടത്തുന്നു എന്ന് കേട്ടപ്പോൾ ഫഖറജ മിൻഹ, മിസ്റിൽ നിന്ന് മൂസ അലൈഹിസ്സലാം പോയി. ഖായിഫൻ യതറഖബ്, ഖായിഫൻ പേടിച്ചുകൊണ്ട് പോയി എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. യതറഖബ് അഥവാ എന്ത് സംഭവിക്കുമെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് പേടിച്ചു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഖുറൈശികൾ. ആരും ഭയപ്പെടാതെ ജീവിക്കുന്ന, എല്ലാവരും പേടിക്കാതെ ജീവിക്കുന്ന അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഭീഷണികൾക്ക് വിധേയനായിട്ടുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ ധീരതയ്ക്ക് എത്ര അറിയപ്പെട്ട സഹാബിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുക, സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, ഉമറിന്റെ കൂട്ടുകാരനായ സഹാബി, ഇദ്ദേഹവും ഉമറും ഊഴം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ പോയി ഇൽമു പഠിക്കുമായിരുന്നു. അദ്ദേഹം ജോലിക്ക് പോകുമ്പോൾ ഉമർ നബിയുടെ മജ്ലിസിലേക്ക് പോകും. ഉമർ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിലേക്ക്, എന്നിട്ട് രണ്ടുപേരും പരസ്പരം അറിവ് കൈമാറും. ഇതൊക്കെ സഹാബിമാരുടെ ഉത്തമമായ മാതൃകയാണ്. അവർക്ക് ദുനിയാവിന്റെ ജോലികളോ കച്ചവടങ്ങളോ എന്തും തടസ്സമായില്ല, ദീൻ പഠിക്കാൻ തടസ്സമായില്ല. അതുപോലെ ദുനിയാവ് അവർ പറ്റെ ഉപേക്ഷിച്ചതുമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ജനങ്ങളെ ദീൻ പഠിപ്പിക്കുന്നു, അത് ഉപേക്ഷിച്ചിട്ടാണ് അവരെന്തിനു പോയത്? അവർ ജോലിക്ക് കച്ചവടത്തിന് പോയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ചോ? ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജനങ്ങൾ ദീൻ പഠിപ്പിക്കുമ്പോൾ അവർ അതിന് ഇരിക്കാതെ എന്തിനു പോയിട്ടുണ്ട്? ജോലിക്ക് പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അവർ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള വഴി അവർ സ്വീകരിച്ചു. പറ്റിയതില്ലാതായി പോകാൻ അവര് അങ്ങനെ ആയി പോകാൻ അവർ വിട്ടില്ല. അതിന് വരും, അതുമായുള്ള ബന്ധം അവർ നിലനിർത്തും. നഷ്ടപ്പെട്ടു പോയത് പരസ്പരം അവർ കൈമാറും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഇങ്ങനെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും ചെയ്തിരുന്നു. ആ ഇടയിൽ ഒരു വാർത്ത, ഒരു കിംവദന്തി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഒരു രാജാവ് ഗസ്സാൻ മദീന ആക്രമിക്കാൻ വരുന്നു എന്ന ഒരു പേടി ആളുകൾക്കിടയിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം
രാത്രി എന്റെ വാതിലിന് വന്ന് ഒരു ദിവസം എന്റെ വീട്ടുവാതിലിന് വന്ന് ശക്തമായി ആരോ മുട്ടുകയാണ്. ഉമർ പറയാണ്, ഞാൻ പേടിച്ചു. ആ മുട്ട് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു. ആരാണ് പറയുന്നത്? ഉമർ ഖത്താബ്. സ്വാഭാവികമാണ്. വാതിൽ തുറന്ന് കൂട്ടുകാരാണ്. ഉമർ ചോദിച്ചു, എന്ത് സംഭവിച്ചു? ഹസ്സാൻ വന്നോ? അദ്ദേഹം പറഞ്ഞല്ല, അതിലും വലുത് സംഭവിച്ചിരിക്കുന്നു. എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഭാര്യമാരെ തലാഖ് ചൊല്ലിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് ഒരു സത്യമായ വാർത്തയായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസം അവരുടെ അരിയിലേക്ക് ചെല്ലുകയില്ല എന്ന് അവരുമായി ഉണ്ടായ ചില പ്രയാസങ്ങളുടെ പേരിൽ സത്യം ചെയ്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയതാണ്. ആളുകൾ തെറ്റിദ്ധരിച്ചെന്ത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ തലാഖ് ചൊല്ലിയത്. ഉമർ ആ വിവരം നബിയുടെ അരികിൽ പോയി ശരി എന്താണെന്ന് മനസ്സിലാക്കി. പക്ഷെ ആ സന്ദർഭം നോക്കൂ നിങ്ങൾ. ഉമർ പറയാൻ, ഞാൻ പേടിച്ചുപോയി. സ്വാഭാവികമായ ഭയമാണ്. പെട്ടെന്നൊരു ശബ്ദം നമ്മൾ പിന്നിന്ന് കേട്ടാൽ പേടിച്ചു പോകും. ഇങ്ങനെ പേടിക്കാൻ പാടുണ്ടോ? നല്ല ധീരനല്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. മനുഷ്യന്റെ ഭയമാണ്. പെട്ടെന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്താൽ ഭയമുണ്ടാകും. ഇത് അനുവദനീയമായ ഭയമാണ്. അതിന്റെ പേരിൽ ഒരാൾക്ക് പ്രതിഫലവുമില്ല, ശിക്ഷയുമില്ല. പ്രതിഫലവുമില്ല, ശിക്ഷയുമില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭയം അവന്റെ ഹൃദയത്തെ ഒന്നാകെ കീഴടക്കി എപ്പോഴും ഇങ്ങനെ പേടിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് മുഅ്മിനെ കൊണ്ടുപോവുകയില്ല ഒരു ഭയവും. കാരണം അവൻ അള്ളാഹു തവക്കുലാക്കുന്നവൻ, അള്ളാഹുൽ ഭരമേൽപ്പിക്കുന്നവനാണ്. അള്ളാഹുവിനോടുള്ള നിന്റെ ഭയം എത്രമാത്രം ശക്തമാണോ അത്രയും അള്ളാഹു നിനക്ക് നിർഭയത്വം നൽകും. റബ്ബിനെ കുറിച്ച് നിന്റെ പേടി എത്രമാത്രം ദുർബലമാണോ അത്രയും നീ പടപ്പുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ പേടിക്കേണ്ടി വരും. പ്രായമുള്ള ആളുകൾ പലരും പറയും, നിങ്ങൾ കേട്ടിട്ടില്ലേ, അള്ളാഹ് ഒരാൾ പേടിച്ചാൽ ഒരാളെ അവന് പേടിക്കേണ്ടി വരും. അള്ളാഹിനടുത്തിന് പേടിയില്ലെങ്കിൽ ആളുകളെ മുഴുവൻ പേടിക്കേണ്ടി വരും. ശരിയാണ്, പണ്ഡിതന്മാർ പറഞ്ഞതാണ് ആശയം. പക്ഷെ റബ്ബിനെ ഭയപ്പെടുക, എങ്കിൽ ആളുകൾ നിന്നെ ഭയക്കും. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൈബത്ത് നൽകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുസ്റതു ബിർറുഅബി മസീറത ശഹ്റിൻ. ഒരു മാസം വഴിദൂരമുള്ള ഭയപ്പാട് കൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശത്രുക്കളുടെ നാട്ടിലേക്ക് സൈന്യവുമായി പുറപ്പെടുകയാണ്. ഒരു മാസം വഴിദൂരമുണ്ട് അവിടെ എത്താൻ. അപ്പോഴേക്കും അള്ളാഹു അവരുടെ ഹൃദയത്തിൽ ഭയമിട്ട് കൊടുക്കും. അതോടെ അവർ പരാജയപ്പെട്ട് കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പേടിയിട്ട് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസത്തെ വഴിദൂരം ശത്രുക്കളുമായി ഉണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ശത്രുക്കളുടെ കയ്യിൽ ഉള്ള എത്ര ആയുധമോ ബലമോ ഭൗതികമായ സംവിധാനങ്ങളൊക്കെ കുറവാണ്. ധാരാളം യുദ്ധങ്ങളിൽ അങ്ങനെയായിരുന്നു. ഹുനൈൻ പോലെയുള്ള വളരെ ചുരുങ്ങിയ യുദ്ധങ്ങളിൽ മാത്രമാണ് മുസ്ലിമീങ്ങൾ അധികം ഉണ്ടായിരുന്നത്. പക്ഷേ പൊതുവെ വിശ്വാസ സ്ഥിതി അങ്ങനെ. പക്ഷെ അള്ളാഹു ഇങ്ങനെ വിട്ടുകൊടുക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നൽകി. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, ഉമ്മത്തിന് അതിൽ നിന്നൊരു നസീബ്, ഒരു ഓഹരി ഉണ്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിനനുസരിച്ച്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനനുസരിച്ച്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരു പടപ്പിന് രണ്ട് ഭയം നൽകുകയില്ല, രണ്ട് നിർഭയത്വവും നൽകുകയില്ല. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അള്ളാഹുവിന് ഒരുവൻ പേടിച്ച് ജീവിച്ചാൽ പരലോകത്ത് അള്ളാഹുവിന് നിർഭയത്വം നൽകും. ദുനിയാവിൽ ഒരുവൻ അള്ളാഹുവിന് പേടിയില്ലാതെ നിർഭയനായി ജീവിച്ചാൽ പരലോകത്ത് അവന് അള്ളാഹു ഭയപ്പെടുത്തുന്നതാണ്. അവന് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ കാണിക്കുന്നതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. ആരാണ് അള്ളാഹുവിൽ വിശ്വസിച്ചത്, ഈമാനിൽ ദുൽമ് കലർത്താത്തത്, ശിർക്കാണ് ഏറ്റവും കടുത്ത ദുൽമ്, അതിക്രമം, അവർക്കാണ് അമ്നുള്ളത്, നിർഭയത്വമുള്ളത്. വഹും മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിന്റെ ആളുകൾ. അള്ളാഹുൽ തവക്കുലാക്കിയ മുഅ്മിൻ നിർഭയനായിരിക്കും. പൊതുവെ അവന്റെ സ്ഥിതി അതാണ്. ഭയപ്പാടുകൾ അവന്റെ ഹൃദയത്തെ കീഴടക്കുകയില്ല. എപ്പോഴും പേടിച്ച് നടക്കുന്ന സ്ഥിതി അവനുണ്ടാവുകയില്ല. അവൻ റബ്ബിനെ ഭയപ്പെടുന്നവനാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, കാന അശ്ജഅ അന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ധീരനായിരുന്നു. അജ്വദ അന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു. അഹ്സന അന്നാസ്, ജനങ്ങളിൽ ഏറ്റവും ഉത്തമനായിരുന്നു. ഒരിക്കൽ മദീനയിൽ ഒരു ശബ്ദം കേട്ടു, ഒരു പൊടുന്നനെയുള്ള ഒരു ശബ്ദം. പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ പൊതുവെ ആളുകൾക്ക് സംഭവിക്കുന്ന ആളുകൾ കുറച്ചു സമയം ഒന്ന് പതുങ്ങിപ്പോകും. അങ്ങനെ ആളുകൾ ഒരു പതുങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീനി പോലുമില്ലാത്തൊരു കുതിരയിൽ കയറാനും മറ്റുമുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തൊരു കുതിരയിൽ കയറി പോയി നോക്കി തിരിച്ചു വരികയാണ്. ആളുകൾ പറയുന്നില്ല, കുഴപ്പമൊന്നുമില്ല,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴേക്ക് പോയി തിരിച്ചു വരികയാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, യുദ്ധം കൊടുമ്പിരി കൊണ്ടാൽ, യുദ്ധങ്ങളിൽ അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിലായിരിക്കും ഞങ്ങൾ. നബിയെ പരിചയമാക്കിയിട്ടാണ് ഞങ്ങൾ നീങ്ങുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ജഅന്നാസ്, ഏറ്റവും ധീരനായിരുന്നു എന്നാണ്. അള്ളാഹുവിനുള്ള തവക്കലും ആ തവക്കലും അള്ളാഹുവിനുള്ള വിശ്വാസവുമാണ് ആ അംന്, നിർഭയത്വം ഒരു മുഅ്മിനിന് ഏകുന്നത്. അതൊരിക്കലും എന്തല്ല ചില ആളുകൾ ധീരതയെന്ന് നടിച്ച് ചെയ്യുന്ന ബുദ്ധിമോശങ്ങളോ മറ്റുമല്ല. മനസ്സിലോ, നാട്ടിൽ കുഴപ്പങ്ങളില്ലാതെ സമാധാനത്തിൽ പോകാൻ ഒരാൾ അതിനു വേണ്ടുന്ന രൂപത്തിൽ ഒരാൾ ജീവിക്കുന്നത് എന്തല്ല, അത് ധീരത്വമല്ല, മറിച്ച് അത് ബുദ്ധിയാണ്. തന്നെയും തന്റെ നാട്ടുകാരെയും മുസ്ലിമീങ്ങളൊക്കെ കുഴപ്പത്തിൽ ചാടിക്കാന്നുള്ളത് എന്തല്ല, ധീരതയല്ല, മറിച്ച് അത് വിഡിത്തമാണ്. പറഞ്ഞു വന്നത് ധീരത കാണിക്കേണ്ട യഥാർത്ഥ സന്ദർഭങ്ങളിലുള്ള ധീരതയാണ്. മനസ്സിലല്ലേ? പലപ്പോഴും ധീരത എന്ന് പറഞ്ഞാൽ ആളുകൾ മനസ്സിലാക്കുന്നത് ശത്രുവിനെ നേരിടാനുള്ള ധീരത മാത്രമാണ്. അല്ല. നോക്കൂ, നിങ്ങൾ ആളുകൾക്ക് ഒരാൾക്കൊരു പ്രശ്നമുണ്ടായി, ഒരു ബുദ്ധിമുട്ടിൽ ഒരാളകപ്പെട്ടു, അത് തീർക്കാൻ മുന്നിട്ടിറങ്ങുക, അത് ധീരതയാണ്, അത് ഷജാഅത്ത. മനസ്സിലായില്ല? അതിന്റെ വിപരീതമാണ് ജുബിൻ അഥവാ ഭീരുത്വം. അള്ളാഹുവിനോട് കാവൽ തേടിയിരുന്നു. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ആ ഭീരുവിന്റെ ശരീരം കൊണ്ട് ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുകയില്ല. അതുപോലെ ബുഖൽ, പിശുക്കുന്നതിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ തേടി. ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, പിശുക്കന്റെ സമ്പത്ത് കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല, ഭീരുവിന്റെ ശരീരം കൊണ്ട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുകയില്ല. നമുക്ക് ഒരാൾക്കൊരു പ്രയാസമുണ്ടായി, എന്തുണ്ട് പരിഹാരം, നമുക്കിത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി എന്തെങ്കിലും സ്റ്റെപ്പുകൾ മുന്നോട്ടെടുക്കുക. അതെന്താണ്? അത് ധീരതയാണ്. ഭീരു അതിനിറങ്ങുകയില്ല, പതുങ്ങിയിരിക്കും, എന്റെ തലയിലാവും അവസാനം എന്ന രൂപത്തിൽ പതുങ്ങും. അങ്ങനെയല്ല, അതായത് ന്യായമായ സഹായിക്കേണ്ടുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടാകും. തട്ടിപ്പിന്റെയോ അല്ലെങ്കിൽ എപ്പോഴും തന്നെ കുഴപ്പങ്ങളുണ്ടാക്കുക, എന്നിട്ട് അവസാനം നാട്ടുകാരോട് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആളുകൾ പൊതുവെ അങ്ങനെ അല്ലാത്ത പ്രയാസങ്ങളിൽ അകപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് വിദേശ നാടുകൾ കഴിയുന്ന ആളുകൾക്ക് പലപ്പോഴും അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കാണേണ്ടി വരും. തന്നാൽ കഴിയുന്ന എന്തെങ്കിലും ശ്രമം അതിന് നടത്തുക എന്നത് ധീരതയാണ്. ഇനി ഒന്നും നിനക്ക് സാധിക്കുന്നില്ലേ, ദുആ ചെയ്യുക അള്ളാഹുവിനോട് ആത്മാർത്ഥമായി. വലിയ സഹായമാണ്, നിസ്സാരമായ സഹായമല്ല. ആത്മാർത്ഥമായി അള്ളാഹുവിനോട് അവന്റെ പ്രശ്നം പരിഹരിക്കാൻ ദുആ ചെയ്താൽ അത് വലിയ സഹായമാണ്. മുസ്തജാബത്തായ ദുആ ആണ്, അഥവാ അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ നോക്കൂ, റബ്ബിനെ കുറിച്ചുള്ള ഭയം ഒരാളുടെ മനസ്സിൽ എത്രമാത്രമുണ്ടോ, പടപ്പുകളെ കുറിച്ചുള്ള ഭയം അത്രമാത്രം ആ തോതനുസരിച്ച് അവന്റെ മനസ്സിൽ കുറയും. ഇതാണ് നോക്കൂ ഖൗഫിനെ കുറിച്ച് നമുക്കിതാണ് പറയാനുള്ളത്. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് റജാഇനെ കുറിച്ച്, അള്ളാഹുവിനുള്ള പ്രതീക്ഷയെ കുറിച്ചാണ്. റജാ, അള്ളാഹുവിനുള്ള അവന്റെ കാരുണ്യത്തിൽ, അവന്റെ മഗ്ഫിറത്തിൽ, അവൻ നൽകുന്ന മാഫിൽ ഒക്കെയുള്ള നമ്മുടെ പ്രതീക്ഷ. സഹോദരങ്ങളെ, ഈ പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. അള്ളാഹുവിൽ പ്രതീക്ഷ ഇല്ലായിരുന്നുവെങ്കിൽ എന്തർത്ഥമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഒരർത്ഥവുമില്ല. ഈ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല അള്ളാഹുവിൽ നമുക്ക് പ്രതീക്ഷയില്ല എങ്കിൽ. അതുകൊണ്ടാണ് നോക്കൂ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവന്റെ ജീവിതം അത് ഒരർത്ഥവുമില്ലാത്ത ജീവിതമാണ്. എന്തിനാണ് അവൻ ജീവിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തർത്ഥമാണ് അവന്റെ ജീവിതത്തിലുള്ളത്? പ്രയാസമുണ്ടായാൽ ഈ കരങ്ങൾ ഉയർത്തി തേടാൻ റബ്ബിൽ വിശ്വാസമില്ലാത്തവന്റെ ജീവിതം എന്ത് ജീവിതമാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു കമസലിൽ ഹയ്യി വൽ മയ്യിത്ത്. റബ്ബിനെ സ്മരിക്കുന്നവന്റെയും റബ്ബിനെ സ്മരിക്കാത്തവന്റെ ഉദാഹരണം ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും ഉദാഹരണം. യഥാർത്ഥത്തിൽ ജീവനില്ല, യഥാർത്ഥ ജീവിതം അവനില്ല. അള്ളാഹുവിനുള്ള പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുക. എന്താണ് അള്ളാഹുവിനുള്ള പ്രതീക്ഷ? അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം, നല്ല വിചാരം, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കുക, അവന്റെ വാഗ്ദാനങ്ങളിൽ സന്തോഷിക്കുക. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിൽ സന്തോഷിക്കുക സഹോദരങ്ങളെ ഇബാദത്താണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ എന്താണ്? വബശ്ശിരിൽ മുഅ്മിനീൻ, ഓ നബിയെ മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ, ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ, അള്ളാഹുവിങ്കിൽ നിന്ന് വലിയ ഔദാര്യം അവർക്കുണ്ട് എന്ന സന്തോഷ വാർത്ത അവർ അറിയിക്കൂ.
സന്തോഷിക്കാൻ അള്ളാഹു പറഞ്ഞത്. ആ സന്തോഷിക്കുന്നത് ദീനാണ്. സ്വർഗം ഓർത്ത് ഒരാൾ സന്തോഷിക്കുക, അള്ളാഹു ഈ ഹിദായത്ത് നൽകിയതിൽ ഇസ്ലാമിൽ സന്തോഷിക്കുക, ഖുർആൻ അള്ളാഹു നൽകിയതിൽ സന്തോഷിക്കുക. ആ സന്തോഷം ദീനാണ്. ഖുർആനിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫറഹു, അള്ളാഹുവിന്റെ ഔദാര്യത്തിലും കാരുണ്യത്തിലും അവർ സന്തോഷിക്കട്ടെ. ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഈ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാളെല്ലാം ഖൈർ എന്താണ്? അള്ളാഹു ഈ നൽകിയ ദീനിൽ, അവൻ അവതരിപ്പിച്ച ഖുർആനിൽ, അതിൽ നീ സന്തോഷിക്കുക എന്നത്. ഈമാൻ കൊണ്ടുള്ള സന്തോഷം അത് വളരെ സുപ്രധാനമായ കാര്യമാണ്. അതുപോലെ അള്ളാഹുവിന്റെ ഫദ്ൽ, അവന്റെ ഔദാര്യത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. പടപ്പുകളുടെ കയ്യിലുള്ളതിൽ നീ പ്രതീക്ഷ മുറിച്ചേക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തരും, ഞാനത് ചെയ്താൽ അള്ളാഹുവിന്റെ സ്നേഹവും എനിക്ക് കിട്ടണം, പടപ്പുകളുടെ സ്നേഹവും കിട്ടണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ഹദ് ഫീമാ ഫിദ്ദുനിയ യുഹിബ്ബക അല്ലാഹ് വസ്ഹദ് ഫീമാ ഫീ ഐദിൻ നാസ് യുഹിബ്ബക അന്നാസ്. നീ ദുനിയാവിനോട് വിരക്തി കാണിക്കുക, ദുനിയാവിനെ കുറിച്ച് നീ ആശ മുറിച്ചേക്കുക. ഇസ്ഹദ് അതിനെ വില കുറഞ്ഞതായി കാണുക എന്നതാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ എന്റെ അർത്ഥം അതാണ്. സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില കുറച്ച് കാണുക. യൂസുഫ് അലൈഹിസ്സലാമിനെ ഏതാനും ദിർഹമിനെ സഹോദരങ്ങൾ വിറ്റ് കളഞ്ഞു, അല്ലെങ്കിൽ ആ കിണറ്റിൽ നിന്ന് എടുത്തവർ വിറ്റ് കളഞ്ഞു. അതേക്കുറിച്ച് ഖുർആൻ അല്ലാഹു എന്താണ് പറഞ്ഞത്? സൂറത്ത് യൂസുഫിൽ നമുക്ക് കാണാം, വകാനു ഫീഹി മിനസ് ജാഹിദീൻ. വകാനു ഫീഹി മിനസ് ജാഹിദീൻ. യൂസുഫിന്റെ കാര്യത്തിൽ അവർ സുഹൃദിലായിരുന്നു, ഒരു വിലയും അവർ കണ്ടില്ല. അത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ദുനിയാവിനെ നീ എങ്ങനെ കാണുക? നിനക്ക് കയറി സഞ്ചരിക്കാനുള്ള ഒരു കഴുതയെ പോലെ കാണും. കഴുത നമുക്ക് ആവശ്യമുണ്ട്, പോകാനത് വേണം, കളയാൻ കഴിയില്ല. അതിന് അത്രയും നീ വില കാണാൻ പാടും. ടോയ്ലറ്റിൽ പോയി വരാറില്ലേ, ആ വില കാണുക എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ടോയ്ലറ്റ് നമുക്ക് വേണമല്ലോ, ഇത് സംഗതി വേണം, ഇല്ലാതെ നടക്കൂല. പക്ഷെ അത് നമ്മുടെ മനസ്സിലുള്ള വില എന്താണ്? ആ വില കാണും. ഇതിനപ്പുറത്ത് നീ കണ്ടേക്കരുത്. അത് കണ്ടാൽ ദുനിയാവ് നിന്നെ തളർത്തി കളയും, യാതൊരു സംശയവുമില്ല. ദുനിയാവ് അതിനെ പ്രേമിക്കുന്നവരെ നിരാശരാക്കി കളയുന്ന, അവരെ അന്താളിപ്പിലാക്കി കളയുന്ന, അവരെ ക്ഷീണിപ്പിച്ച് കളയുന്ന ഒരു കാര്യമാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇന്നൊക്കെ പരലോകത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ വരെ ഈ സന്തോഷപൂർണമായ ജീവിതം എങ്ങനെ നയിക്കാം എന്ന് പറയുമ്പോൾ പറയുന്ന പാഠമാണ്. ഇത് വലിയ കാര്യമാക്കരുത്. കാരണം അത് ഒരാൾക്ക് നിഷേധിക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരുടെ ഒരാളുടെ മൻകിബിൽ, ചുമലുകളിൽ പിടിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല? എന്താണ് പറഞ്ഞത്? കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. നീ ദുനിയാവിൽ ഒരു ഗരീബിനെ പോലെ ആവുക, ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരനെ പോലെ. ഗരീബിന്റെ അപ്പുറത്താണ് ആബിറു സബീൽ. ഗരീബ് എന്നാൽ ഈ നാട്ടിൽ നമ്മളൊക്കെ ഗരീബുകളാണ്. നമ്മുടെ നാടല്ല, ബലദുൽ ഖുർബ എന്ന് പറയും. അവനവന്റേതല്ലാത്ത നാട് എന്താണ്? ബലദുൽ ഖുർബ എന്നാണ്. അവിടെ പൊതുവെ ആളുകൾ എന്ത് ചെയ്യുകയില്ല, തന്റേതല്ലാത്ത നാട്ടിലെ ഒരാളോട് പൊതുവെ ആളുകൾക്ക് അസൂയ തോന്നുകയില്ല. വലിയ വീടുണ്ട് അവിടെ, അവന് വലിയ വാഹനമുണ്ട്, പൊതുവെ തോന്നുകയില്ല. മറിച്ച് അവൻ തന്റെ ഒപ്പനാണ് എപ്പോഴും, അവിടെ ആണ് അവന് ഇതൊക്കെ ഉണ്ടാവുക. അതിനപ്പുറത്താണ് ആബിറു സബീൽ. ആബിറു സബീൽ എന്താണ്? വഴിയാത്രക്കാരനാണ്. അവൻ അത്ര കൂടി ഉണ്ടാവുകയില്ല. അവന്റെ ഒരേ ഒരു ലക്ഷ്യമേ അവനുള്ളൂ. എന്താണ്? തന്റെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ നാട്ടിലെത്തണം. ആബിറു സബീൽ, കടന്നു പോവുകയാണ്. കടന്നു പോകുന്നവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാരം കുറഞ്ഞത് തന്നെ അവിടെ എത്താൻ സഹായിക്കുന്ന അതേ അവൻ കയ്യിൽ കരുതുകയുള്ളൂ. അതാണ് അവന് താങ്ങാത്ത ചുമട് അവൻ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, കരുതുകയില്ല. ഇതുപോലെ ആകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹദീസ് കേട്ട സഹാബി പിന്നെ പറയാറുണ്ടായിരുന്നു, നീ പകൽ പ്രവേശിച്ചാൽ വൈകുന്നേരം പ്രതീക്ഷിക്കരുത്, വൈകുന്നേരത്തിൽ പ്രവേശിച്ചാൽ പകൽ പ്രതീക്ഷിക്കരുത്. നീ പിന്നെ കബറാളികളുടെ കൂട്ടത്തിൽ എണ്ണുക. നീ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുക, നിന്റെ മരണത്തിന് ശേഷമുള്ള ലോകത്തേക്ക് കൊണ്ട് നീ പ്രയത്നിക്കുക എന്ന് ഈ സഹാബി ഉപദേശിക്കാറുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഉപദേശത്തിൽ ഗരീബാവുക, ആബിർ സബീലാവുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാടെവിടെ, സ്വദേശം എവിടെ? സ്വർഗം. അത് സംശയമില്ല. യഥാർത്ഥ ബലത് അത് സ്വർഗമാണ്. ഒരു കവി പാടിയിട്ടുള്ളത് പോലെ നഖ്ലിഫു ആദക ഹൈസു ശിഅത മിനൽ ഹവ.
ما الحب إلا للحبيب الأول وكم منزل في الأرض يألفه الفتى وحنينه أبدا لأول منزل. നിന്റെ ഹൃദയം എങ്ങോട്ട് വേണമെങ്കിലും തിരിച്ചോളൂ. യഥാർത്ഥ മഹബത്ത് നിന്റെ ആദ്യത്തെ ഹബീബിനോടുള്ളതാണ്. നീ ഏത് സ്ഥലം വേണമെങ്കിലും, മനുഷ്യർ പൊതുവെ പല സ്ഥലങ്ങളിലും എത്തിപ്പെടാൻ തങ്ങൾ നേരത്തെ ജീവിച്ച ബാല്യകാലം ചെലവഴിച്ച അങ്ങനെയുള്ള പലയിടങ്ങളും ഒന്നുകൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ആ ആഗ്രഹം ഏറ്റവും അധികം എവിടേക്കാണ് വേണ്ടത്? ഔവലി മൻസിൽ, ആദ്യത്തെ മൻസിൽ എവിടെയാണ്? ആദം അലൈഹിസ്സലാം എവിടെ നിന്നാണോ വന്നത് അവിടെയാണ് സ്വർഗം. അള്ളാഹുവിന്റെ അരികിൽ അവസാനിക്കാത്ത മരണമില്ലാത്ത സ്വർഗം, അവിടെ ആഗ്രഹിക്കുക എന്നതാണ്. അപ്പൊ നോക്കൂ, ഈ പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയങ്ങൾ ഇരുട്ടിലായി പോയത്. അതുപോലെ നോക്കൂ, ഇത് നമ്മുടെ ഹൃദയം അത് നഷ്ടത്തിലായി പോയത്. എന്താണ് അള്ളാഹുവിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങൾ? നേരത്തെ ഖളബിനെ കുറിച്ച്, ഖൗഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പേരുകളും വിശേഷങ്ങളും പഠിക്കും. അവൻ റഹ്മാനാണ്, റഹീമാണ്. ഉമ്മയേക്കാൾ നിന്നോട് കരുണയുള്ളവനാണ്. ആലോചിച്ച് നോക്കൂ, അതിനും അപ്പുറം എന്ത് ഉദാഹരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുലയൂട്ടുന്ന ഒരു സ്ത്രീ, അതും കുഞ്ഞിനെ കാണാതായ സ്ത്രീയെ, അതിനെ തെരഞ്ഞെടുക്കുന്ന സ്ത്രീയെ ചൂണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിനേക്കാൾ അള്ളാഹു പടപ്പുകളോട് റഹ്മത്തുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, എന്തായിരിക്കും ആ റഹ്മത്ത് എന്ന് പറയുന്നത്. ഗഫൂറാണ്, അവൻ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അവൻ വദൂദാണ്. എന്താണ് വദൂദ്? സ്നേഹിക്കുന്നവനാണ്. അവൻ നന്മ ചെയ്യുന്നവനാണ്. കരീമാണ്, അവൻ അത്യുദാരനാണ്. ഇങ്ങനെയുള്ള റബ്ബിന്റെ പേരുകൾ, വിശേഷണങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. രണ്ടാമത്തെ കാര്യം, വഅദിന്റെ ആയത്തുകളും ഹദീസുകളും ശരിക്കും വിശ്വസിക്കുക. അള്ളാഹുവിന്റെ പ്രതിഫലത്തെക്കുറിച്ച് അവൻ നൽകുന്ന വാഗ്ദാനങ്ങൾ, നേരത്തെ ഖൗഫിനെ കുറിച്ച് നമ്മൾ നേരത്തിച്ചാണല്ലോ പറഞ്ഞത്, അതുപോലെ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളിൽ ഉറച്ചു വിശ്വസിക്കുക. അത് എത്രമാത്രം വിശ്വാസമുണ്ട് അത്രമാത്രം അള്ളാഹുവിന് പ്രതീക്ഷ ഉണ്ടാകും. അതുപോലെ നോക്കൂ, എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ പാപമോചനവും പ്രതീക്ഷിക്കുക. അതുപോലെ നന്മകളുമായി ബന്ധപ്പെട്ട് പല പ്രതീക്ഷകളും നമുക്കുണ്ട്. ഏത് നന്മ ചെയ്യുമ്പോഴും ഈമാനോടെ അതാണ് ചെയ്യേണ്ടത്. അതുപോലെ അള്ളാഹു പ്രതിഫലം നൽകണം എന്ന പ്രതീക്ഷയോടെയാണ് ചെയ്യേണ്ടത്. ചില പ്രായമേറിയ വിവരമില്ലാത്തവരൊക്കെ പറയുന്ന കാണാം, ഞാൻ ഒഴിവിട്ടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ കുറെ നിസ്കരിക്കും, സാധിക്കുന്നതൊക്കെ ചെയ്യും, അള്ളാഹു എടുത്തോട്ടെ, ഇത് പറയുന്ന ആളുകൾ കാണാം. തെറ്റായ വാക്കാണ്, വിവരമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല നീ പറയേണ്ടത്. ഓരോ ചെറിയ അമൽ ആകട്ടെ അള്ളാഹു സ്വീകരിക്കുമെന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷയിലാണ് നീ അത് ചെയ്യേണ്ടത്. അതോടൊപ്പം എന്ത് വേണം? നിന്റെ വീഴ്ചകൾ കൊണ്ട് അത് പാഴായി പോയേക്കുമോ എന്ന പേടി. അതല്ലാതെ അള്ളാഹു അനീതി ചെയ്യും എന്നതുകൊണ്ടല്ല ആ പേടി. മറിച്ച് അള്ളാഹുവിന്റെ പേരുകളിൽ ഒന്നാണ് ഷക്കൂർ. റബ്ബിന്റെ പേരുകളിൽ ഒന്നാണ് ഷക്കൂർ. എന്താണ് ആ ഷക്കൂർ എന്ന് പറഞ്ഞാൽ? റബ്ബിന്റെ ശുക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ പ്രവർത്തനം വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുക എന്നതാണ്. മനസ്സിലായില്ലേ? ചെറിയൊരു പ്രവർത്തനമായിരിക്കും, പക്ഷെ അതിന്റെ പ്രതിഫലം വളരെ 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 വലുതായിരിക്കും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ലഖീതു ഇബ്രാഹിമ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത ഉസ്രിയ ബി ഫഖാൽ أقرئ أمة يا محمد أقرئ أمتك مني السلام وأخبرهم أن الجنة طيبة تربة عذبة الماء وأنها قيعان وأن غراسها سبحان الله والحمد لله ولا إله إلا الله والله أكبر. إسراء معراج الراتري إبراهيم النبي عليه السلام نفهم. إبراهيم النبي أنه برن يا محمد ومحمد أقرئ أمتك مني السلام. നിന്റെ ഉമ്മത്തിന് എന്റെ സലാം പറയുക. ഈ ഉമ്മത്തിന്റെ ശ്രേഷ്ഠതാവാക്കിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സലാം പറഞ്ഞയച്ചിരിക്കുന്നു. അലൈഹി വഅലാ നബിയിന സ്വലാത്തു വസ്സലാം. അഖ്രി ഉമ്മതക മിന്നി സലാം അഖ്ബിർഹും, അവർ അറിയിച്ചു കൊടുക്കുക, അന്നൽ ജന്നത തയ്യിബത്തു തുർബ, സ്വർഗം എന്നാൽ അത് വിശിഷ്ടമായ ഒരു മണ്ണാണ്. അസ്ബത്തുൽ മാഇ, അവിടെയുള്ള വെള്ളം അങ്ങേയറ്റം സ്വച്ഛമായ രുചികരമായ വെള്ളമാണ്. വഅന്നഹ ഖിആൻ, സ്വർഗം എന്നാൽ വിശാലമായ ഒഴിഞ്ഞ ഭൂമിയാണ്. വഅന്ന ഗിറാസഹ, അവിടെ മുളക്കാനുള്ള ചെടികൾ എന്താണ്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. ഒരു മുഅ്മിൻ
ഓരോ തവണ ഈ ദിക്ർ പറയുമ്പോഴും സ്വർഗത്തിൽ അവന് വേണ്ടി വിശിഷ്ടമായ മരങ്ങൾ മുളക്കുമെന്ന്. എന്റെ പറയണ്ടു സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് പ്രയാസമാണുള്ളത് ഇത് നാവ് കൊണ്ട് പറയാൻ. നാവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധിക സമയം നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന, എന്നാൽ ഒരു പ്രയാസം തോന്നാത്ത അവയവമാണ്. ഏതാണ്ട് 1 മണിക്കൂർ അടുപ്പിച്ചാൽ ഞാൻ സംസാരിക്കും. ഇതുപോലെ എന്റെ കൈകാലുകളോ മറ്റോ ചലിപ്പിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? തളർന്നു പോകും. പക്ഷെ ഈ നാവ് എന്ന് പറയുന്നത് എത്ര ഒരുപാട് സമയം ക്ഷീണിക്കാതെ ചലിപ്പിക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണത്? അള്ളാഹുവിന്റെ നിഅമത്താണ്. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് പച്ച പിടിച്ചതായിരിക്കട്ടെ, എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിനെ ദിക്ർ ചെയ്തു. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകളാണ് ഈ 4 ദിക്റുകൾ. നിങ്ങൾ നോക്കൂ, ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഈ പ്രവർത്തനത്തിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം എത്രയാണ്? വിശാലമായ കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലുള്ളതുപോലെ ഒരു ഹദീസിൽ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ കാലികളെ മറ്റും മേയ്ക്കുന്ന ജോലി കഴിഞ്ഞ് വൈകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിലെത്തി. നബിയുടെ മജ്‌ലിസിൽ ഞാൻ എത്തിയപ്പോൾ നബി ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. മുസ്ലിമിന്റെ സഹീഹ് ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് എന്താണ് പറയുന്നത്? ആരെങ്കിലും നന്നായി വുദൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അങ്ങനെയുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഉഖ്ബത്ത് ഇബ്നു ആമിർ പറഞ്ഞു, മാ അജ്വദ ഹാദ, എത്ര നല്ല കാര്യം. നന്നായി വുദൂ ചെയ്യുക, 2 റക്അത്ത് സുന്നത്ത്, അല്ലാഹു നമുക്ക് സ്വർഗം നൽകും. ഇത് കേട്ടപ്പോൾ മുന്നിൽ നിന്ന് ഒരാൾ പറയുന്നു വല്ലതി ഖബ്ലഹു അജ്വദ് ഔ വല്ലതി ഖബ്ലഹ അജ്വദ്. അല്ല, ഇതിന് മുമ്പ് നബി പറഞ്ഞത് ഇതിനേക്കാൾ നല്ലതാണ്, ഇതിനേക്കാൾ നല്ലത്. ഉഖ്ബത്ത് ഇബ്നു ആമിർ നോക്കുമ്പോൾ അതാണ്, അത് ഉമർ അബ്ദുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ പറഞ്ഞു, നീ ഇപ്പോഴാണല്ലോ വന്നത്, ഇതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ നന്നായി വുദൂ ചെയ്തു എന്നിട്ട് അവൻ പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ ഫുതിഹത് ലഹു അബ്വാബുൽ ജന്നത്തി 8 യദ്ഖുലു മിൻ അയ്യിഹാ ശാ. സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ അവന് വേണ്ടി തുറക്കപ്പെടുന്നതാണ്. അവൻ ഉദ്ദേശിക്കുന്നതിലൂടെ അവൻ കയറും. എന്താ അവൻ? വുദൂ ചെയ്യുക, എന്നിട്ട് എന്ത് പറയാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. വേറെ ദുആ, വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. പക്ഷെ ഈ ഹദീസിൽ ഇത്രയാണ്. ആ പ്രാർത്ഥനയുടെ കൂടെ ചെല്ലാൻ സംശയമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വുദൂയിനും ഈ ദിക്റിനുമുള്ള പ്രതിഫലം എന്താണ്? സ്വർഗത്തിന്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടും. അല്ലാഹു ശക്കൂറാണ്. അവൻ ചെറിയ പ്രവർത്തനങ്ങൾ വലിയ പ്രതിഫലം നൽകി സ്വീകരിക്കുന്നവനാണ്. ആ പ്രതീക്ഷ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പല അമലുകളെ കുറിച്ചും എന്ത് പറഞ്ഞത്? ഈമാനൻ വഹ്തിസാബ്. നോമ്പിനെ കുറിച്ച്, രാത്രി നിസ്കാരത്തെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? എങ്ങനെ അത് ചെയ്യണം? ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്. ഇഹ്തിസാബ് എന്നാൽ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അത് ചെയ്യണം. നമുക്ക് പ്രതീക്ഷ വേണ്ട. അടുത്ത കാര്യം, 3ാമത്തെ കാര്യം, അള്ളാഹു തിന്മകൾ പുറത്തു തരുമെന്ന പ്രതീക്ഷ. മഗ്ഫിറത്തു ദുനൂബ്, തിന്മകൾ പുറത്തു തരുമെന്ന് എന്ത് വേണം? പ്രതീക്ഷ വേണം അള്ളാഹുവിനെ കുറിച്ച്. എപ്പോഴാണ് ഒരു മുഅ്മിൻ ആ പ്രതീക്ഷ ഉണ്ടാവുക? തൗബ ചെയ്യുമ്പോഴാണ്. തിന്മകൾ ചെയ്തുകൊണ്ട് അത് നിർത്താതെ ഒരുവൻ പറയുക, അള്ളാഹു എനിക്ക് പുറത്തു തരും. അതിന് ഗുറൂർ എന്നാണ് പറയുക. അത് ആത്മവഞ്ചനയാണ്, സ്വയം വഞ്ചിക്കുകയാണ്. നീ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് വഞ്ചിതനായി പോകരുത്. ചില സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത് കാണാം, നീ അള്ളാഹുവിനെ കുറിച്ച് വഞ്ചിതനായി പോകരുത്. ഒരു ദീനാറിന്റെ 4/1 കട്ടതിന്റെ പേരിൽ കൈവെട്ടാൻ കൽപ്പിച്ചവനാണ് റബ്ബ് എന്ന് നീ മറക്കരുത്. മനസ്സിലായില്ലേ? റുബു ദീനാർ, ഇസ്ലാമിക ഭരണകൂടത്തിനെങ്കിൽ ഒരു റുബു ദീനാർ, ദീനാറിന്റെ 4/1 അളവുള്ള 1 കട്ടു എന്നൊരുവനെ കുറിച്ച് സ്ഥിരപ്പെട്ടാൽ എന്താണ് അവരുടെ ശിക്ഷ? കൈ ഛേദിക്കണം, അവന്റെ കരം മുറിക്കും. ഇത് നടപ്പിലാക്കാൻ ഉത്തരവിട്ടവനാണ് റബ്ബ് എന്ന് നീ മറന്നുപോകരുത്. റഹ്മാനാണ്, റഹീമാണ്. അതുപോലെ അവന്റെ ശിക്ഷ കടുത്തതുമാണ്. അതുകൊണ്ട് തിന്മകൾ ഉപേക്ഷിക്കുക.
അള്ളാഹുവിനോട് പാപമോചനത്തിൽ അവൻ പുറത്തു തരും. നിന്റെ തിന്മകൾ ആകാശത്തോളം എത്തിയിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ ثم لقيتني لا تشرك بي شيئا لاتيتك بقرابها مغفرة. ഈ ഭൂമിയോളം പാപങ്ങളുമായി വന്നാലും പക്ഷെ എന്നിൽ പങ്കു ചേർക്കാതെ നീ എന്നെ കണ്ടുമുട്ടിയാൽ ഭൂമിയോളം പാപമോചനവുമായി ഞാൻ നിന്നിലേക്ക് വരുന്നതാണ്. ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അടിമകളെ, അള്ളാഹുവിൻ സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയവരെ, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹു എല്ലാ തിന്മകളും പുറത്തു തരുന്നവനാണ്, അവനേറെ പൊറുക്കുന്നവനാണ്, റഹ്മത്ത് ചൊരിയുന്നവനാണ്. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വക ആയത്തുകളും ഹദീസുകളും കേട്ടാൽ തിന്മ ഉപേക്ഷിക്കാൻ അവൻ ചെയ്യുക. കാരണം അള്ളാഹുവിനോടുള്ള സ്നേഹവും പ്രതീക്ഷയും എല്ലാം വർദ്ധിച്ചുകൊണ്ട് അവൻ തിന്മ ഉപേക്ഷിക്കുകയാണ് ചെയ്യുക. ബുദ്ധിയില്ലാത്ത ആളുകൾ മാത്രമേ ഇത്തരം ആയത്തുകളും ഹദീസുകളും തിന്മയിലേക്ക് അവരെ നയിക്കുകയുള്ളൂ. ബുദ്ധിയില്ലാത്ത ആളുകളാകട്ടെ ഈ ദീൻ ഒരു കണക്കിനും അവരെടുത്തിട്ടില്ല. എന്റെ വാക്കുകൾ പണ്ഡിതന്മാർ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞ പാപമോചനത്തെ കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും ബുദ്ധിയുള്ളവരും കേട്ടാണ് എങ്ങനെയാണ് മനസ്സിലാക്കുക. അതവരെ പ്രേരിപ്പിച്ച തിന്മകൾ ഉപേക്ഷിക്കാനാണ്, അതല്ലാതെ തിന്മകൾ ചെയ്യാനല്ല. ആ ബുദ്ധിയില്ലാത്തവനാണ് അതിലേക്ക് നയിക്കുക. ബുദ്ധിയുള്ളവനെ അത് തിന്മകൾ ഉപേക്ഷിക്കുന്നതിലേക്കാണ് നയിക്കുക. ബുദ്ധിയില്ലാത്തവരാകട്ടെ ഈ ദീൻ അവർക്ക് യാതൊരു വിലയൊന്നും കൊടുത്തിട്ടില്ല. ബുദ്ധിയുള്ളവരുടെ ദീനാണ്. ഫത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ എന്നെ സൂക്ഷിക്കൂ എന്നാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ലുബ്, അവന്റെ ബുദ്ധിയുടെ അടയാളമാണ് അവൻ ആഖിബത്ത് ചിന്തിക്കുമെന്ന്. ഒരു പണിയെടുക്കുമ്പോൾ ഇതിന്റെ വരും വരായിക എന്തായിരിക്കും, ഇതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കുക ബുദ്ധിയുള്ളവന്റെ അടയാളമാണ്. മനസ്സിലായില്ലേ? അത് ചിലപ്പോൾ ഒരുവന് അറിവുണ്ടായത് കൊണ്ട് ഉണ്ടാകണമെന്നില്ല. ഇന്നതിന്റെ ശിക്ഷ ഇതാണ് എന്നവന് അറിവുണ്ടാകാം. പക്ഷേ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ചിന്തിക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു തിന്മയിൽ മാറി നിൽക്കാനുള്ള ആജ്ഞ, നിശ്ചയദാർഢ്യം അവൻ ഉണ്ടാവുക എന്നത് ബുദ്ധിയുടെ അടയാളമാണ്. ഇല്ലാത്തവന് ബുദ്ധിയില്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവന് മാത്രമേ യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളൂ. ഇനി നോക്കൂ, നമുക്ക് ഇനി പറയാനുള്ളത്, അവസാനമായി പറയാനുള്ളത് ഇതാണ്. അതായത് ഈ റജാഇന്റെ, പ്രതീക്ഷയുടെ കാര്യത്തിലെ അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? ഖൗഫിന്റെ കാര്യത്തിൽ അബദ്ധങ്ങൾ ഉള്ളതുപോലെ റജാഇന്റെ കാര്യത്തിൽ അബദ്ധമുണ്ട്. അതിൽ ഏറ്റവും വലിയ അബദ്ധം ശിർക്കായ റജാ. അതെന്താണ്? ഈ പ്രതീക്ഷ ശിർക്കാവുന്നത് എപ്പോഴാണ്? അവൻ മയ്യിത്തുകളിൽ പ്രതീക്ഷ അർപ്പിച്ചാൽ, മരണപ്പെട്ടു പോയവരിൽ ഒരാൾ പ്രതീക്ഷ അർപ്പിക്കാൻ അവരെന്നെ സഹായിക്കും, അവരുടെ വിളികൾ, ആ പ്രതീക്ഷ ശിർക്കായ റജാ. എന്തുകൊണ്ടാണ്? കാരണം അവരും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധം അറ്റിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാൻ ഇൻഖത അൻഹു അമലു ഇല്ലാ മിൻ സലാസ്. ഒരു മനുഷ്യൻ മരിച്ചാൽ 3 കാര്യങ്ങളിൽ നിന്നൊഴികെ അവന്റെ പ്രവർത്തനങ്ങൾ മുറിഞ്ഞു പോയിരിക്കുന്നു. ജാരിയായ സദഖ, അവന് വേണ്ടി പ്രാർത്ഥിക്കും, സാലിഹായ സന്താനം, അതുപോലെ ഉപകാരപ്രദമായ വിജ്ഞാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, അവന് തന്നെ അമലുകൾ ആവശ്യമുണ്ട്, പക്ഷെ അവന് ചെയ്യാൻ സാധിക്കുകയില്ല. പിന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാൻ അവർക്ക് സാധിക്കുക. അതുകൊണ്ട് ഖബറാളുകളിൽ പ്രതീക്ഷ അർപ്പിക്കുക ശിർക്കാണ്. അവർ സഹായിക്കും, അവരെ വിളിച്ചാൽ മതി, അവർ രോഗം മാറ്റും, അവർ കൂടെ ഉണ്ടാകും, അവരുടെ പൊരുത്തം അടിച്ചാൽ മതി. ഈ രൂപത്തിലുള്ള പ്രതീക്ഷകൾ അത് ശിർക്കായ പ്രതീക്ഷയാണ്. അതുപോലെ ആൾദൈവങ്ങളെയും മറ്റും ആരാധിക്കുന്ന ചില ആളുകൾ, അവർ മരിച്ചിട്ടുണ്ടാവുകയില്ല. ഇപ്പൊ ചില തരീഖത്തിന്റെ ശേഖുമാരെയും മറ്റുമൊക്കെ ആരാധിക്കുന്നവരുണ്ട്, മരിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ ഇവരെവിടെയെങ്കിലും നാട്ടിലുണ്ടാവും. അവൻ തവക്കുലാക്കിയാണ് ഇവർ പുറത്തിറങ്ങുക. അവർ നന്മകൾ പലതും തരും എന്നാണ് ഇവരുടെ പ്രതീക്ഷ, ശിർക്കായ പ്രതീക്ഷ. ഇനി നോക്കൂ, മരിച്ചിട്ടില്ല, മുന്നിലുണ്ട്, എങ്കിൽ പോലും അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യം ഒരാൾ എനിക്ക് സാധിപ്പിച്ചു തരും എന്ന പ്രതീക്ഷ, അത് ശിർക്കായ പ്രതീക്ഷയാണ്. ശിർക്കായ, ഉദാഹരണത്തിന് മഴ വർഷിപ്പിച്ച് തരാൻ ഇന്ന ആൾക്ക് കഴിവുണ്ട്, അതുപോലെ സന്താനങ്ങൾ നൽകാൻ ഇന്ന ആൾക്ക് കഴിവുണ്ട്. അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും മുന്നിലിരിക്കുന്ന ആളാണെങ്കിലും എല്ലാം അത്തരം പ്രതീക്ഷ ശിർക്കായ പ്രതീക്ഷയാണ്. രണ്ടാമത്തേത്, പ്രതീക്ഷയുടെ കാര്യത്തിൽ ആളുകൾക്ക് സംഭവിക്കുന്ന അബദ്ധം, പ്രതീക്ഷ വെക്കുക മാത്രം, പക്ഷെ എന്തില്ല, അമലില്ല, പ്രവർത്തനമില്ല. ഇങ്ങനെയല്ല അള്ളാഹുവിൽ പ്രതീക്ഷിക്കേണ്ടത്.
സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ ആയത്ത് എന്താണ്? അത് നോക്കൂ, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹ് ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹ്, ആരാണോ തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്, അല്ലാഹുവിലുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് വെറുതെ ഇരിക്കട്ടെ എന്നാണോ? അവൻ പോയി ചടഞ്ഞിരിക്കട്ടെ എന്നാ? അല്ല. പിന്നെ ഫൽയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമൽ പ്രവർത്തിച്ചു കൊള്ളട്ടെ, അമൽ ചെയ്യൂ. എന്നിട്ടാണ് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടത്. സൽ പ്രവർത്തനങ്ങൾ ചെയ്യൂ, തിന്മകൾ ഉപേക്ഷിക്കൂ, നന്മ ചെയ്യൂ, എന്നിട്ട് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കൂ. അള്ളാഹു പ്രതീക്ഷ പാഴാക്കി കളയുകയില്ല. ഇതിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ അടുത്തത് ഭയപ്പാടില്ലാതെ പ്രതീക്ഷ മാത്രം. നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം. ഇത് നോക്കൂ, ഒരു വളരെ പിഴച്ച ഒരു കക്ഷി. നേരത്തെ പറഞ്ഞ ഖവാരിജികൾ, ഇസ്ലാമിലെ തീവ്രവാദ ചിന്താഗതികളൊക്കെ ഉള്ളത് അവർക്കാണ് എന്നതുപോലെ അവരുടെ നേരെ എതിരായ ഒരു കക്ഷിയാണ് മുർജിഅ എന്ന് പറയുന്ന കക്ഷി, ഇർജാഇന്റെ കക്ഷി. അവരുടെ ദീൻ എന്താണ്? അവരുടെ ദീൻ എന്നാൽ, അതായത് ഒരാൾക്ക് ഈമാൻ, ഒരാൾ മുസ്ലിമാണ് എങ്കിൽ എന്ത് തിന്മ ചെയ്താലും അവന്റെ ഈമാനിന് യാതൊരു കോട്ടവും സംഭവിക്കും. ഈ ചിന്ത സുബ്ഹാനല്ലാഹ് ധാരാളം ആളുകളിൽ പിടിമുറുക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ഖബറിനെ ആരാധിക്കുന്ന ആളുകൾ അവർ ഒന്നൊഴിയാതെ മുർജികളാണ്, ഇർജാഇന്റെ ആളുകളാണ്. അതുകൊണ്ടാണ് എന്ത് ഖബറിന് മുന്നിൽ തലകുത്തി വീണാലും മുത്തിമണത്താലും അതിന് സുജൂദ് ചെയ്താലും എന്ത് ചെയ്താലും ഈമാനൊരു കോട്ടവും സംഭവിക്കില്ല എന്നാണ് അവരുടെ വാദം. അതുപോലെ പല ആളുകളും പുറമേക്ക് എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നത് ഇർജാഇന്റെ വാദമാണ്. ഒരിക്കലും അത് ശരിയല്ല. മറിച്ച് നമ്മുടെ വാക്കും പ്രവൃത്തിയും എല്ലാം നന്നായിരിക്കണം. അതാണ് ഹൃദയത്തിൽ ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളം. അതല്ലാതെ വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ ഒക്കെ ചെയ്തിട്ട് ഞാൻ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുക അല്ല. വിശ്വാസത്തിൽ കോട്ടം സംഭവിക്കും. തിന്മകൾ കൊണ്ട് ഈമാൻ കുറയും, നന്മകൾ കൊണ്ട് ഈമാൻ കൂടും എന്നതുപോലെ തിന്മകൾ കൊണ്ട് ഈമാൻ കുറയും. അതുകൊണ്ട് ഭയപ്പാടില്ലാതെ, അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച് പേടിയില്ലാത്ത പ്രതീക്ഷ മാത്രം വെക്കുക പാടില്ല. ഏതുപോലെ അള്ളാഹുവിനെ പ്രതീക്ഷയില്ലാതെ അവനെ കുറിച്ച് പേടിക്കുക മാത്രം ചെയ്യുക. അവൻ പോംവഴി കാണിച്ചു തരും, അവൻ കരുണ ചൊരിയും എന്ന് പ്രതീക്ഷയില്ലാതെ ഭയപ്പെടുക. രണ്ടും തെറ്റാണ്. ഇതാണ് ഹൗഫിനെയും റജാഇനെയും കുറിച്ച് നമുക്ക് ചുരുങ്ങിയ നിലയിൽ മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെടുന്ന, അവനിൽ യഥാർത്ഥ പ്രതീക്ഷ അർപ്പിക്കുന്ന മുഅ്മിനുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്തെ ഭയപ്പാടുകളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും നമ്മൾ പ്രതീക്ഷിക്കുന്ന നന്മകൾ അതിലപ്പുറം അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم تب علينا إنك أنت التواب الرحيم صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.